നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൊബൈൽ ഗെയിം ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ഗെയിംസ് ഒക്കെ മൊബൈലിൽ കളിച്ചിട്ടുണ്ടാവും. അതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് തോന്നിയേക്കണം, ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫേവറേറ്റ് മൊബൈൽ ഗെയിം ഏതാണ്? പബ്ജി മൊബൈൽ എന്ന് പറയും. പബ്ജി മൊബൈൽ. എന്തുകൊണ്ടാണ് പബ്ജി ഇഷ്ടം? പബ്ജി ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷൂട്ടിംഗ് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളെ സെൻസ് കൂട്ടാൻ സഹായിക്കും. മൈൻഡ് സെൻസ്. എനിക്ക് അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് അറിയില്ല. എനിക്ക് കണ്ടിന്യൂസ് കളിക്കാറുണ്ടോ? കണ്ടിന്യൂസ് അത് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഞാൻ 6 മണിയായിട്ട് കളിക്കാറുണ്ട്. എനിക്ക് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. യൂട്യൂബ് ചാനൽ ഇല്ല. തുടങ്ങാൻ താല്പര്യമുണ്ട്. എനിക്ക് മൊബൈലിലാണോ? മൊബൈൽ ഗെയിം ഞാൻ കളിക്കാറില്ല, അതിനുള്ള സമയം കിട്ടാറില്ല. നേരത്തെ പബ്ജി ആയിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്, പിന്നെ ഫുൾ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. പബ്ജി ആയിരുന്നു ഇഷ്ടം, ഇപ്പില്ല. BGMI അല്ലെങ്കിൽ പബ്ജി മൊബൈൽ. എന്തുകൊണ്ടാണ് BGMI ഇഷ്ടം? നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. പിന്നെ എനിക്ക് ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു ചലഞ്ചിങ് ഗെയിമാണ്. പബ്ജിയിൽ എങ്ങനെയാണ്? പ്രോ പ്ലെയർ ആണോ? ഏകദേശം. എത്ര നാളായി കളിക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷം. 5 വർഷമായി. ഈ 5 വർഷമായിട്ട് നിർത്തിയിട്ടില്ല പബ്ജി കളിക്കല്? കൊറോണ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ നിർത്തിയാറുണ്ട്. പിന്നെ വീണ്ടും കൊറോണ സമയത്ത് നിർത്തിയാ? അത് അങ്ങനെയല്ല, ബാൻ ആയപ്പോ കളി നിർത്തിയായിരുന്നു. ഇറങ്ങിയിട്ടും കളി നിർത്തിയായിരുന്നു. പിന്നെ കുറച്ച് കൊറോണ സമയത്ത്. വീട്ടിൽ സപ്പോർട്ട് ചെയ്യണ്ട പബ്ജി കളിക്കാനേ? ഇല്ല, സപ്പോർട്ട് ചെയ്യില്ല. എടുത്തു വെക്കാൻ പറയും. അതെന്തുകൊണ്ട് സപ്പോർട്ട് അല്ലാത്ത? ഫുൾ ടൈം പഠിക്കാൻ പറയും, എക്സാമിന് മാർക്ക് മേടിക്കാനുള്ള. പഠിപ്പിച്ചൊന്നുമല്ല. ഇപ്പൊ താങ്കളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഉണ്ട്. ഇതില് മറ്റേ സ്പൈ ഒക്കെ പോലെ ഒരു ലെവലിലേക്ക് എത്താൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ചെയ്യുന്നുണ്ടോ? പബ്ജി യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷെ അതൊരു പറ്റണ്ടേ? യൂട്യൂബ് ചാനലുണ്ട്. അത് ഇപ്പൊ ഒരു 500 സബ്സ്ക്രൈബേഴ്സിന് മേലുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ കൊണ്ടുവരാനുള്ള ഒരു ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴും കളിച്ചോണ്ടിരുന്നത് മറ്റേ അതിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ മാരിയോ കാർട്ടും മൊബൈൽ ഗെയിമില് എന്തുകൊണ്ടാണത്? അത് കൊറേ കളിച്ചിട്ടുണ്ട് ചെറുപ്പം. പബ്ജി കാരണം നേരത്തെ തൊട്ട് അത് കളിച്ചോണ്ട് ഒരു 5 വർഷമായി. ലോക്ക്ഡൌൺ സമയത്തൊക്കെ നേരത്തെ ലോക്ക്ഡൌൺ സമയത്ത് എപ്പോഴും അതായിരുന്നു. ഇപ്പൊ ഞാൻ കളിക്കുന്നത് കുറച്ച് ആവറേജ് പ്ലെയർ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഗെയിമിനോട് ഇത്ര അഡിക്ഷൻ ഒക്കെ അന്ന് വരാനുള്ള കാരണം എന്തായിരുന്നു? കാരണം ആ സമയത്തൊന്നും ചെയ്യണ്ടായില്ലല്ലോ. പിന്നെ അത് എന്റർടൈൻമെന്റ് ആയിരുന്നു. സിനിമ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണ ലോക്ക്ഡൌൺ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ എന്റർടൈൻമെന്റ് ഒന്നും അറിയാതെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കളിക്കാറുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? പണ്ടത്തെയാണെന്ന് മെച്ചെന്ന് എനിക്ക് തോന്നണേ. അത് ആ സമയത്ത് നൊസ്റ്റാൾജിയ കാരണമാണോ എന്ന് അറിയാൻ പാടില്ല. എന്നാലും പണ്ടത്തെ ഒരു ഫീല് ഇപ്പൊ കിട്ടാള. ഞാൻ അങ്ങനെ ഗെയിം കളിക്കണല്ല. ചെറിയ ഗെയിം ഭയങ്കര കോമൺ ആയിട്ടുള്ള ക്യാൻഡി ക്രഷ് അതുപോലെ ഞാൻ കളിച്ചിട്ട്. അതെ, ടെമ്പിൾ റൺ. ഞാൻ പബ്ജി കളിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം. ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഗെയിമൊന്നും കളിക്കില്ല. കളിച്ച സമയത്ത് ഇഷ്ടമുള്ള ഒരു ഗെയിം അതായിരുന്നു, പബ്ജി ആയിരുന്നു. മൊബൈൽ ഗെയിം കളിക്കണതില് കളിക്കാറില്ല. കളിച്ചിട്ടേ ഇല്ല. കളിച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോ ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? ലൂഡോ ആണ് ഏറ്റവും. എന്താ ഇഷ്ടപ്പെടാൻ കാരണം? അത് ഫ്രണ്ട്സ് ആയിട്ട് വൈബാണ്. മിനി മിൽഷ കളിച്ചിട്ടുണ്ടോ? അപ്പൊ ഒരുമിച്ച് പബ്ജി കളിച്ചിട്ടില്ല? ഇല്ലേ? പണ്ട് പബ്ജി ആയിരുന്നു. ഇപ്പൊ ഞാൻ ഗെയിം ഒന്നും കളിക്കാറില്ല. ഇപ്പൊ COC മാത്രമേ കളിക്കാറുള്ളൂ. എന്താണ് കളിക്കാനുള്ള റീസൺ? എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം? ഇതൊരു നമ്മൾ അഡിക്റ്റ് ആയി പോണ ടൈപ്പ് ഗെയിം അല്ല. കാരണം നമ്മള് ബേസ് ബിൽഡ് ചെയ്യാനിട്ട പിന്നെ കുറെ നാള് കളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. കാരണം എന്റെ 12.
4 കൊല്ലം ഞാൻ 8 തുടങ്ങിയതാ. പിന്നെ ഈ കൊറോണയുടെ ആ ഒരു ബ്രേക്കിൽ കളിച്ചില്ല. പബ്ജി ആയിരുന്നു മെയിനായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. പബ്ജി നിർത്തിയ പിന്നെ മറ്റേ ഇത് ബാൻ വന്നല്ല. അത് കഴിഞ്ഞ പിന്നെ BGMI വന്നപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണ കാരണം കിട്ടിയില്ല.